ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ മാർച്ച് മാസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ മാർച്ച് മാസത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, ജീവിത പങ്കാളിയിൽ, നമ്മുടെ ജോലി മേഖലയിൽ, നമ്മുടെ ബിസിനസ് മേഖലയിൽ, വരുമാന മാർഗത്തിൽ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ എല്ലാം ദൈവം അത്ഭുതം നടത്തി സൗഖ്യവും സമ്പത്തും സമാധാനവും നൽകി നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് ഈ മാർച്ച് മാസത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സകലതും ദാനമായി തന്ന നമ്മുടെ കർത്താവായ ദൈവം ഈ മാർച്ച് മാസത്തിൽ എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെടുന്നതിനും എല്ലാ ദിവസവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനും അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ചുറ്റിലും എല്ലായിടവും നമുക്ക് സമാധാനത്തെക്കുറിച്ച് കേൾക്കാൻ, സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവനും അസമാധാനത്തിൻ്റെ നടുവിലാണ് എങ്കിലും സമാധാനമാകുന്ന രാജാവായ, സമാധാനത്തിൻ്റെ രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിന് എങ്ങും സമാധാനം സ്ഥാപിക്കാൻ സാധ്യമാണ്. കാറ്റിനെയും കടലിനെയും അലറുന്ന തിരമാലകളെയും ശാന്തമാകാൻ കൽപ്പിച്ച യേശുനാഥന് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും സമാധാനം നൽകാൻ സാധിക്കും. അതിനാൽ ഈ മാർച്ച് മാസത്തിലെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, പ്രത്യേകമായി പരീക്ഷ എഴുതുന്ന മക്കളെ, 10ാം ക്ലാസ്, +2 പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഈ മാർച്ച് മാസത്തിൽ കർത്താവിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ആത്മീയവും ഭൗതികവും ശാരീരികവും വൈകാരികവും ബൗദ്ധികവും സാമ്പത്തികവും എല്ലാ ആവശ്യങ്ങളെയും പേരു പറഞ്ഞ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക. അത് എഴുതി വച്ച് പ്രാർത്ഥിക്കുക. ഈ മാർച്ച് മാസം ആ ആഗ്രഹം നിങ്ങൾക്കത് സാധിച്ചിരിക്കും. വിശ്വാസത്തോടെ ഈ മാർച്ച് മാസം നിങ്ങൾക്ക് ആവശ്യമായ, ഏറ്റവും അത്യാവശ്യമായ 5 നിയോഗങ്ങളെ വെച്ച് നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാനാണ് കർത്താവ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി
ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ മാർച്ച് മാസത്തെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകി. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ സന്തോഷത്തിനുള്ള സകല കാര്യങ്ങളും നീ അനാദി മുതലേ ഒരുക്കി വച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന ദൈവമേ, ഈ മാർച്ച് മാസത്തിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായും ഞങ്ങളുടെ കുടുംബത്തിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും നീ നേരത്തെ കൂട്ടി ക്രമീകരിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ ഈ മാസം ചുവട് വയ്ക്കുമ്പോൾ തന്നെ നീ സകലതും ഞങ്ങൾക്ക് ഒരുക്കി വച്ചു. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് കുറവുള്ളത് നിന്നിൽ നിന്ന് സ്വീകരിച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ സ്വന്തമായി അത് മാറും. അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മാർച്ച് മാസം ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ 5 നിയോഗങ്ങളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ സമയം അവർ നിന്നോട് സംസാരിക്കുന്ന, നിന്നോട് ആവശ്യപ്പെടുന്ന 5 നിയോഗങ്ങളെ നീ കരുണ തോന്നി അവർക്കത് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള 5 നിയോഗങ്ങളെ ഒരു നിമിഷം മൗനമായി ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ സമർപ്പിച്ച ഈ 5 നിയോഗങ്ങളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിച്ച് അവരുടെ ഈ നിയോഗങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ. പ്രത്യേകമായി ഈ മാസം നടക്കുന്ന 10ാം ക്ലാസ്സിലെ പരീക്ഷ, ഈ മാസം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു പരീക്ഷ എഴുതുന്ന ഓരോ മക്കളെയും, ഓരോ മകനെയും മകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, മക്കൾക്ക് പഠനത്തിനുള്ള ശ്രദ്ധ കൂട്ടി നൽകി മറ്റെല്ലാ ശ്രദ്ധയെയും മാറ്റി സൂക്ഷ്മമായി പഠിക്കുന്നതിനും പഠിച്ചതെല്ലാം ഓർത്ത് പരീക്ഷ എഴുതുന്നതിനും പരീക്ഷയിൽ ഭയം നീക്കി വിശ്വാസത്തോടെ സന്തോഷത്തോടെ പോയി പരീക്ഷ എഴുതാൻ ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന ബോധ്യത്തോടെ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുവാൻ, അവിടെ സമാധാനത്തോടെ എല്ലാം വായിച്ചു കേട്ട് എഴുതുവാനും ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ മാർച്ച് മാസത്തിൽ ഇൻ്റർവ്യൂവിന് പോകുന്നവരെ, പുതിയ ജോലിക്കായി കയറുന്നവരെ ഞാൻ സമർപ്പിക്കുന്നു. ഈ മാർച്ച് മാസം തൊട്ട് ഇനി ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ വ്യക്തികളുടെ മേൽ ഇന്ന് നീ കരുണ തോന്നണമേ. കർത്താവേ, ഇന്ന് അവരുടെ മേൽ നീ കരുണ തോന്നി പുതിയ ജോലി നൽകി നീ അനുഗ്രഹിക്കണമേ. വരുമാന മാർഗത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. കർത്താവേ, ബിസിനസ്സുകാരെ അനുഗ്രഹിക്കണമേ. അവരുടെ ബിസിനസ്സിൽ ഉയർച്ച നൽകി അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, തന്ത്രപരമായ നടപടികളെ വിവേകത്തോടെയും വിജ്ഞാനത്തോടെയും ദൈവികമായ ആലോചനയോടും കൂടെ അവരുടെ ബിസിനസ് ചെയ്യുന്നതിനും അത് വിജയമാക്കി നൽകുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധവും കലഹവും വേദനയും നിരാശയും പേറുന്ന ഓരോ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഭയപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും യുദ്ധം കാരണം, സ്വസ്ഥതയില്ലാത്തത് കാരണം, സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ സമാധാനത്തിൻ്റെ രാജാവാണ്. ഇപ്പോൾ തന്നെ നീ അവരെ തൊടണമേ. അവർക്കാവശ്യമായ സംരക്ഷണം നൽകണമേ. കർത്താവേ, ഈ ലോകത്തിൽ നിന്ന് യുദ്ധവും മുറവിളിയും വേദനയും പട്ടിണിയും ദാരിദ്ര്യവും
അശ്ലീലവും തിന്മകളും പ്രലോഭനകരമായ ചിന്തകളുമെല്ലാം എടുത്തു മാറ്റി ഒരു വിശുദ്ധമായ ജീവിതം, ഒരു വിശുദ്ധവും സമാധാനവും സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതം ഈ ലോകം മുഴുവനും നീ വ്യാപിപ്പിക്കണമേ. യേശുവേ, സമാധാനത്തിൻ്റെ രാജാവായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഈ ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നിന്റെ കാരുണ്യം ഈ ലോകത്തിൽ മുഴുവൻ ചൊരിയണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്റെ കാരുണ്യം നിറയണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അശ്ലീലങ്ങളും പ്രലോഭനകരമായ പ്രവർത്തനങ്ങളും ദുശ്ശീലങ്ങളും അടിമത്തത്വങ്ങളും അന്ധകാരങ്ങളും എടുത്തു മാറ്റി കർത്താവിൻ്റെ വിശുദ്ധിയാൽ ഞങ്ങളുടെ കുടുംബം നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ പരസ്പരം അറിഞ്ഞ് ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഒരാളുടെ ദുശ്ശീലം കാരണം അത് മറ്റുള്ളവരെയെല്ലാം ബാധിക്കുന്നതിനാൽ കർത്താവേ, നീ കുടുംബത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ. സമാധാനത്തിൻ്റെ രാജാവായി ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദൈവത്തിൻ്റെ കെട്ടുറപ്പോടുകൂടെ ജീവിക്കാത്തവരെ ഇന്ന് അനുതാപത്തിലേക്ക് നീ നയിക്കണമേ. തെറ്റായ കൂട്ടുകെട്ടുകളിൽ കൂടി ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേൽ ഇന്ന് കർത്താവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാർച്ച് മാസം ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാർച്ച് മാസം ഡെലിവറിയുള്ള സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുഹിതം അവരുടെ മേൽ നിറയ്ക്കണമേ. യാതൊരു ആപത്തും വരാതെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകം നീ സംരക്ഷിക്കണമേ. ഗർഭസ്ഥ ശിശുക്കളെ സംരക്ഷിക്കണമേ. എല്ലാ രോഗികളുടെ മേലും നീ കരം വെച്ച് സുഖപ്പെടുത്തണമേ. കർത്താവേ, അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക മേഖലയെ നീ അനുഗ്രഹിക്കണമേ. കടം വാങ്ങിയിട്ട് തിരികെ തരാൻ മനസ്സ് കാണിക്കാത്തവരുടെ മേൽ നീ ഇടപെടണമേ. കർത്താവേ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ നിൻ്റെ കയ്യൊപ്പുണ്ടാകണമേ. ഈ മാർച്ച് മാസത്തിൽ അനാവശ്യമായ ചിലവുകളെല്ലാം മാറ്റി കർത്താവേ, വരുമാനം വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ വരുമാനത്തിൻ്റെ മേൽ വർധനവ് നൽകി ഈ മാർച്ച് മാസത്തിൽ ഞങ്ങളെ പൂർണ്ണമായും സുഭിക്ഷതയുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് ജോലിക്കും പഠനത്തിനുമായി പോകുന്നവർക്ക് കർത്താവേ, അതിൻ്റെ തടസ്സങ്ങൾ മാറ്റി അവിടെ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് മാത്രമേ അവരെ കൊണ്ടുപോകാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും നീ അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതത്തെ ഓർത്ത് ഭയപ്പെട്ട് വിവാഹം വേണ്ടെന്ന് കരുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹ ജീവിതം നയിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിനക്ക് മാത്രമേ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ദമ്പതിമാരെ വിശുദ്ധിയാൽ കാത്തുകൊള്ളാൻ, വിശ്വസ്തമായ രീതിയിൽ ജീവിക്കാൻ, കെട്ടുറപ്പോടുകൂടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. ഞങ്ങളുടെ യുവദമ്പതിമാരെ സഹായിക്കണമേ. കർത്താവേ, മക്കളില്ലാത്ത എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു മകനെ കിട്ടാൻ, ഒരു മകളെ കിട്ടാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ദമ്പതിമാർക്ക് ഇന്ന് നീ അത്ഭുതം നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ വന്ധ്യത്വം മാറിപ്പോകട്ടെ. അവിടുന്ന് കുഞ്ഞുങ്ങളെ നൽകി അവരുടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ ജോലിക്ക് വേണ്ടി പോകുന്നവരെ അനുഗ്രഹിക്കണമേ. ജോലിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജോലി ചെയ്യുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ആരും ഞങ്ങളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ അനുവദിക്കരുതേ. ആരെങ്കിലും ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരെയെങ്കിലും, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ വഞ്ചിക്കാനോ ഉപദ്രവിക്കാനോ നീ അനുവദിക്കരുതേ. ഈ മാസത്തിലെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ മേഖലയിലും നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ.
കർത്താവേ, ഈ മാസം ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ അതിഥികളായെത്തുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളെയും ഈ മാസം സുഭിക്ഷതയിൽ നീ നടത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്കായി പോയ ഓരോരുത്തർക്കും ഈശോയെ നീ തുണയായി ശക്തി നൽകി ധൈര്യം നൽകി എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനും ജീവിതത്തിനുമെതിരായുള്ള എല്ലാ പോരാട്ടങ്ങളെയും കർത്താവിനെ സമർപ്പിക്കുന്നു. എല്ലാ വെല്ലുവിളികളെയും സമർപ്പിക്കുന്നു. ഈ മാസം ഞങ്ങൾക്ക് നേരിടേണ്ടതായ എല്ലാ വെല്ലുവിളികളെയും കർത്താവെ മുൻകൂട്ടി ഞങ്ങൾക്ക് വിവരം നൽകി ഞങ്ങൾക്കതിനെ അതിജീവിക്കാനുള്ള ശക്തി നൽകണമേ. ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി, ഈ മാസം പരീക്ഷയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച 5 നിയോഗങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി സാധിച്ചു തരാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നീ അത്ഭുത പ്രവർത്തകനാണ്. നിനക്ക് ഞങ്ങളുടെ മേൽ അത്ഭുതം നടത്താൻ സാധിക്കും. ഇന്ന് ഈ മാസം ഞങ്ങൾ നിന്നിൽ നിന്നൊരു അത്ഭുതം ആഗ്രഹിക്കുന്നു, അത് സ്വീകരിക്കുന്നു, അത് നടത്തിച്ച് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ 5 നിയോഗങ്ങളെ നീ ഇടപെട്ട് സഹായിച്ച് അത് സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, വീടും വസ്തുവും വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് അത് അവസാനം വരെ എല്ലാം ശരിയായി, എന്നാൽ ഏറ്റവും അവസാനം അത് മുടങ്ങിപ്പോകുന്നു. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം നൽകണമേ. വീടും വസ്തുവും ക്രയവിക്രയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം കൂടാതെ അത് നടത്തിക്കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയുള്ള എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടം വാങ്ങി തിരികെ കൊടുക്കാനുള്ള ജ്ഞാനവും കൃപയും ബുദ്ധിയും നൽകി, അതിനുള്ള സമ്പത്ത് നൽകി, അതിനുള്ള നല്ല മനസ്സ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ മേൽ നിൻ്റെ കരം വെക്കണമേ. ഈ മാസം വരുമാനത്തേക്കാൾ കുറഞ്ഞ് ഞങ്ങളുടെ ചെലവ് നടത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചെലവുകളെ നീ നിയന്ത്രിക്കണമേ. വരുമാനം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവേ, ഈ മാസം ഞങ്ങളുടെ കയ്യിൽ മിച്ചം പണമുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ എല്ലാ ദുർച്ചെലവുകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ ഈ മാർച്ച് മാസത്തിൽ നീ രക്ഷിക്കണമേ. ധാരാളം പണം നൽകി സമ്പത്ത് നൽകി ഈ മാസം ഞങ്ങളുടെ സാമ്പത്തികമായി സുഭിക്ഷതയിലാക്കി മാറ്റണമേ. ഞങ്ങൾക്ക് നല്ല ആരോഗ്യം നൽകണമേ. ഈ മാസത്തിലെ ഓരോ ദിവസവും പ്രത്യേകം ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ദിവസമാകട്ടെ. ഈ മാർച്ച് മാസത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ ദിവസങ്ങളാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ഇടയാകട്ടെ. കർത്താവെ, ഈ മാർച്ച് മാസത്തിൻ്റെ ഓരോ ദിവസവും ദൈവമേ, നിൻ്റെ അത്ഭുതം കാണുന്നതിന് ഞങ്ങളുടെ നയനങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ മാർച്ച് മാസത്തെ നിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഞങ്ങളുടെ ഭവനത്തെ, കുടുംബത്തെ, വസ്തുവകകളെ, ദൈവം ദാനമായി നൽകിയ ഞങ്ങൾക്കുള്ളതെല്ലാം, ഞങ്ങളുടെ ആരോഗ്യത്തെ, ജീവനെ, ജീവിതത്തെ, കുടുംബത്തെ, ഭവനത്തെ എല്ലാം അമ്മേ മാതാവേ, നിൻ്റെ വിമല ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണമേ. നിൻ്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഈ മാസം എല്ലാം കൊണ്ടും അഭിവൃദ്ധിയുടെ മാസമാക്കി മാറ്റണമേ. സമാധാനവും സന്തോഷവും ഞങ്ങളുടെ കുടുംബത്തിലും ഈ ലോകം മുഴുവനും നിറയാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഇതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 5 നിയോഗങ്ങൾ അത്ഭുതകരമായി നടക്കാൻ അമ്മേ മാതാവേ നിൻ്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ഈ മാർച്ച് മാസത്തിൽ ഓരോ ദിവസവും ഓരോ അത്ഭുതം ദൈവത്തെ മഹത്വപ്പെടുത്താനായി കാണുന്നതിന് ഞങ്ങളെ കൃപ തരണമേ. ദൈവത്തെ മഹത്വപ്പെടുത്താനായി ഈ മാസം ഓരോ ദിവസവും ഓരോ അത്ഭുതം
കാണാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ മാർച്ച് മാസത്തിൽ എല്ലാ ദിവസവും വലിയ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകി നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ. മക്കളുടെ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കട്ടെ. നിങ്ങളുടെ എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കട്ടെ. നല്ല ആരോഗ്യം നൽകി എല്ലാ മേഖലയിലും കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. നിങ്ങളുടെ യാത്രകളിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ മാർച്ച് മാസത്തിൽ കർത്താവ് നൽകട്ടെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും കർത്താവ് ഉത്തരം നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ മാർച്ച് മാസത്തിൽ മുഴുവൻ നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ മാർച്ച് മാസം ദൈവാനുഗ്രഹങ്ങളാൽ നിറയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.